എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു പ്ലീറ്റഡ് നൈറ്റി കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 3 മീറ്റർ സാധാ നൈറ്റി ക്ലോത്ത് ആണ്. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് കട്ട് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യാൻ എങ്ങനെയാണ് ഈ ക്ലോത്ത് ഫോൾഡ് ചെയ്യാമെന്നൊന്ന് നോക്കാം. അപ്പോൾ ഞാനിതാ ഈ തുണി ഇങ്ങനെ മടക്കിയിട്ടുണ്ട്. ഇങ്ങനെ 4ആയി മടക്കി വെച്ചിട്ടുണ്ട്. ഈ മടക്ക് വശം നമ്മളെ ഭാഗത്തേക്കും ഈ 4 ഭാഗം ഫോൾഡ് ചെയ്യാത്ത ഭാഗം ഇവിടേക്ക് ഇട്ട്. അപ്പോൾ ഞാനിവിടെ അടയാളപ്പെടുത്തുന്നത് ഒരു 44 ചെസ്റ്റ് അളവുള്ള ഒരാളുടെ അളവുകളാണ് അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ എനിക്കിവിടെ 7.5 ആണ് ഷോൾഡർ വേണ്ടത്. അപ്പോൾ ഞാനിവിടെ 7.5 ഷോൾഡർ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതാ ഈ മടക്കുവശം തുടങ്ങിയിട്ടാണ് 7.5 അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ അതാ ഇവിടെ 7.5 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്കും ഒരു 7.5 അടയാളപ്പെടുത്തി വെക്കാം. ഇത് നമ്മളെ ആം ഹോളിൻ്റെ ലെങ്ത്തിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഒരു 7.5 അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഷോൾഡർ 7.5 എടുക്കുകയാണെങ്കിൽ ഇവിടെ ഈ നൈറ്റിക്ക് 1/2 ഇഞ്ച് ആം ഹോൾ കൂട്ടിയെടുക്കണം. 7.5 തന്നെ എടുക്കരുത്, ഒരു 8 ഇഞ്ച് എടുക്കണം. എന്താ വെച്ചാൽ നൈറ്റി ആയതുകൊണ്ട് അത് കുറച്ചൊരു ലൂസിൽ ആയിരിക്കണമല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 8 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി. ഈ പ്ലീറ്റഡ് നൈറ്റിക്ക് മേൽഭാഗം തന്നെയാണ് ചെസ്റ്റ് അടയാളപ്പെടുത്തുക. അപ്പോൾ ഞാനിവിടെ 11.5 ചെസ്റ്റ് അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ ഇവിടുന്ന് തുടങ്ങി തന്നെയാണ് 11.5 അടയാളപ്പെടുത്തിയത്. അപ്പോൾ നമ്മൾ ചെസ്റ്റ് അടയാളപ്പെടുത്തിയ അവിടെ നിന്ന് നേരെ താഴേക്ക് ആം ഹോൾ റൗണ്ട് അടയാളപ്പെടുത്തുന്നുണ്ട്. അത് എനിക്ക് 9.5 വേണ്ടത്. അപ്പോൾ ഞാൻ 9.5 അടയാളപ്പെടുത്തി. പിന്നെ ഇവിടെ നെക്ക് അടയാളപ്പെടുത്താണ്. നെക്ക് 5.5 വേണ്ടത്. അപ്പം ഞാൻ 2.25 അടയാളപ്പെടുത്തുന്നുണ്ട് ഇവിടെ. പിന്നെ ഫ്രണ്ട് നെക്ക് 5.5. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു ബോക്സ് പോലെ വരയ്ക്കുക. ഇവിടെ 2.25 അടയാളപ്പെടുത്തുക. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 5.5. ഇത് ഫ്രണ്ട് നെക്കാണ്. ഇത് നമുക്ക് ഇവിടെ ഒരു റൗണ്ട് വരച്ചു കൊടുക്കാം. ഓരോരുത്തർക്ക് എന്താണ് നെക്കിൻ്റെ ഷേപ്പ് വേണ്ടത് വെച്ചാൽ അതേപോലെ വരയ്ക്കുക. പിന്നെ ബാക്ക് നെക്ക് ഞാനിവിടെ 3.5 അടയാളപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് ഇവിടെ ഒരു റൗണ്ട് വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ യോക്ക് ഒരു 10.5 അടയാളപ്പെടുത്താം. ഒരു ഏകദേശം ഒരു ആവറേജ് 10.5 തന്നെയാണ് ഒരുവിധ ആൾക്കൊക്കെ. പിന്നെ നല്ല ഹൈറ്റുള്ളവർക്ക് ഒരു 11-11.5 എടുക്കാം. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ഒരു 10 അടയാളപ്പെടുത്താം. 10 10.5 തന്നെ അടയാളപ്പെടുത്താം. ഞാനിവിടെ 10 അടയാളപ്പെടുത്താം. പിന്നെ നമ്മളെ സ്ലീവിൻ്റെ താഴത്തെ വണ്ണം എനിക്ക് 6. അപ്പോൾ ഞാൻ 1 ഇഞ്ച് കൂടുതലിട്ട് 7 ഇടുന്നുണ്ട്. അപ്പോൾ ഞാനിതാ ഇവിടെ ഒരു 2.25 ബാക്ക് നെക്ക് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് 3.5 ഇഞ്ച് ലെങ്ത്താണുള്ളത്. ഇത് 5.5 ഇഞ്ച് ലെങ്ത്തിലാണ് ഫ്രണ്ട് നെക്ക് അടയാളപ്പെടുത്തിയത്. പിന്നെ ഇത് ആം ഹോൾ 8.5. ഷോൾഡറാണ് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള അളവ്. അത് 7.5 ഇഞ്ചാണ് എടുത്തത്. പിന്നെ നമ്മളെ ചെസ്റ്റ് അളവാണ് ഇത് 11.5 ഇഞ്ച്. ഈ 11.5 ഇഞ്ചിൽ നിന്ന് താഴേക്കാണ് നമ്മളെ ആം ഹോൾ കൈക്കുഴി സ്ലീവും ചെസ്റ്റിൻ്റെ അവിടെയും കൂട്ടി യോജിപ്പിക്കുന്ന നമ്മളെ സ്ലീവ് കൂട്ടി യോജിപ്പിച്ച് അടിക്കുന്ന ഭാഗമാണ് ഇത്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ 9.5 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇത് നമ്മളെ സ്ലീവിൻ്റെ അടിയിലത്തെ വണ്ണമാണ്. ഇത് തയ്യൽ തുമ്പിട്ടതാണ്. ഇതാണ് നമ്മുടെ വണ്ണം. പിന്നെ ഇവിടുന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് ഒരു 10.5 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അളവുകൾ. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് യോജിപ്പിക്കാം. ആദ്യം തന്നെ ആം ഹോളിൻ്റെത് നേരത്തെ ഞാൻ യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചെസ്റ്റിൻ്റെ അവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ കൊടുക്കുക. ഈ 9.5 ഇഞ്ചിലേക്ക് നമ്മൾ ഇവിടെ 10 ഇഞ്ചിൽ നിന്ന് ഇവിടെ 10.5 ഇഞ്ച് യോക്ക് വരച്ചില്ലേ, അവിടുന്ന് ഈ ആം ഹോളിലേക്ക് ഒരു ലൈൻ കൊടുക്കുക.
നമ്മുടെ സ്ലീവിൻ്റെ വണ്ണാണ്. എന്നിട്ട് ലൈൻ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒരളവ് കൂടെ അളയടപ്പെടുത്താനുണ്ട്. ഇവിടുന്ന് ഇങ്ങോട്ട് 4 ഇഞ്ചാണുള്ളത്. ഈ 4 ഇഞ്ച് ഇതാ ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇവിടെ എവിടെയാണോ അവസാനിക്കുന്നത് 4 ഇഞ്ച് വെച്ചാൽ അവിടെ ഒരു ലൈൻ കൊടുക്കണം. ഇങ്ങനെ ഒരു ലൈൻ കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ കൊടുക്കാം. ഇതിലെങ്ങനെ ഇവിടെ കൈ വെക്കുന്ന ഭാഗമാണ് ഇത്. ഇവിടെയുള്ള ഇതേ ഈ 4 ഇഞ്ചോ 3.5 ഇഞ്ചാണ് ചിലർക്ക് വരിക. ഇവിടെ ഇപ്പം എനിക്ക് 4 ഇഞ്ചാണ്. അപ്പോൾ 4 ഇഞ്ച് തന്നെ ആയിരിക്കണം ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഈ അളവ്. അപ്പോൾ നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ യോക്കിൻ്റെ ഇവിടെ അടയാളപ്പെടുത്തിയ മുതൽ നേരെ ഇതാണ് നമുക്ക് പ്ലീറ്റ് ഇടാനുള്ള ഭാഗം. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. ഇത് സ്ലീവാണ്. സ്ലീവ് ആദ്യം തന്നെ കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ സ്ലീവ് ഇങ്ങനെയാണ് ഇവിടെ യോജിപ്പിക്കുക. നമ്മൾ ഈ 4 ഇഞ്ച് ഇവിടെ വെട്ടിയെടുത്തില്ല ഒരു പീസ്. ഇങ്ങനെയാണ് സ്ലീവ് വരിക. ഇവിടെ യോക്ക് വരും. പിന്നെ ഇവിടെ കുറച്ച് സ്ഥലം നമുക്ക് പ്ലീറ്റ് ഇടാനും വരും. ഇതാണ് നമുക്കിനി യോക്കിൻ്റെ ഭാഗമാണുള്ളത്. ഇതിൽ ഈ ഭാഗം ഇത് നമുക്ക് വേണ്ടാത്ത പീസാണ്. ഇതിന് വെട്ടിയൊരു ഭാഗം. എന്നിട്ട് നമ്മൾ ഈ ബാക്ക് നെക്ക് ഇങ്ങനെ വെട്ടിക്കാളും. നമ്മൾ ബാക്ക് പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇതാ ബാക്ക് പീസ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ബാക്ക് നെക്കാണിത്. ഇത് മാറ്റി വെക്കാം. ഈ ഫ്രണ്ട് പീസിൽ നെക്കിൻ്റെ ഇവിടെ നമുക്ക് 3 പീസ് ആക്കണമല്ലോ. ഇത് ഈ ലൈനൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഇവിടെ വരച്ചെടുക്കാം. എന്നിട്ട് ഇവിടുന്ന് തുടങ്ങി ഇവിടെയുള്ള ഇതിൻ്റെ മിഡിൽ ഭാഗത്ത് ഒരു പോയിന്റ് കൊടുക്കുക ഏകദേശം ഇവിടെ. എന്നിട്ട് ഈ കോർണറിലേക്ക് ഒന്ന് ഇങ്ങനെ ചെരിച്ച് ഒരു ലൈൻ കൊടുക്കുക. ഇത് നമ്മൾ ഇതിലെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ കൊടുത്തതാണ്, വെറുതെ കൊടുത്തതാണ്. ഇവിടെ ഒരു പീസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് മുന്നിൽ വെക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഈ നമ്മൾ നെക്കിന് 5.5 ഇഞ്ചിൽ ഒരു ബോക്സ് വരച്ചില്ലേ, അതിൻ്റെ കോർണറിലേക്ക് ഇവിടുന്ന് ഇവിടെയുള്ള മിഡിൽ ഭാഗത്തേക്ക് ഒരു ചെരിച്ച് കൊണ്ട് ഒരു ലൈൻ കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇത് അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇവിടെയാണ് നെക്കിൻ്റെ ഭാഗമാണിത്. ഈ നെക്ക് വരച്ചത് കാണുന്നുണ്ടാവും. അപ്പോൾ അത് നമുക്കൊന്ന് ശരിയാക്കിയിട്ട് വെട്ടിയെടുക്കാം. ഈ നെക്ക് ഞാനിതാ ഇവിടെ ഇങ്ങനെ ഒന്ന് ചെറുതാക്കിയിട്ട് നമ്മളെ ഫ്രണ്ടിൽ വെക്കുന്ന പീസാണിത്. ഷേപ്പ് ആക്കാം കേട്ടോ. ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഫ്രണ്ടിൽ നെക്ക് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതേ ഷേപ്പ് വരയ്ക്കാം. അപ്പോൾ ഇതാണ് ഫ്രണ്ട് ഭാഗം വരുന്നത്. ഇവിടെ വേറെ പീസ് വേറെ കളറൊക്കെ വെച്ച് നൈറ്റിക്ക് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളെ ഫ്രണ്ട് നെക്ക് ഇങ്ങനെയാണ് വരിക. അപ്പോൾ നമ്മുടെ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ കഴുത്തിൻ്റെ ഇതിൽ ഞാനൊരു പൈപ്പിംഗ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ പീസിന്, ഈ 2 പീസിനും അതിലിങ്ങനെ ഒരു ക്രോസ് പീസ് വെട്ടിയിട്ട് ഒരു പൈപ്പിംഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കഴുത്തിൻ്റെ ഇതിലെങ്ങനെ. അപ്പോൾ നമുക്ക് പൈപ്പിംഗ് ചെയ്ത് കൊടുക്കാം. ഓരോ പീസിനെ എടുത്തിട്ട് അതിനെ ഞാനിങ്ങനെ ഒരു ക്രോസ് പീസ് വെട്ടിച്ചിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് ഇത് പൈപ്പിംഗ് ചെയ്യാം. ഈ ക്രോസ് പീസ് ഞാനിതാ ഈ സൈഡ് ഒന്നിങ്ങനെ മടക്കി അടിക്കുന്നുണ്ട്. ഈ ക്രോസ് പീസ് ഇതാ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ഇതിലങ്ങനെ താഴെ വരെ ഒന്ന് അടിച്ചെടുക്കുക. ഞാനിതാ ഈ നൂലിട്ടിട്ടാണ് പൈപ്പിംഗ് ചെയ്യുന്നത്. ഈ നൂല് ഇതാ ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ തുണി പ്രത്യേകം മടക്കുക. എന്നിട്ട് ഇതിലൊക്കെ കൂടെ ഇങ്ങനെ തയ്ച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാനിതാ 3 പീസും പൈപ്പിംഗ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ തയ്ച്ചു കൊടുക്കുക. ഇവിടുന്ന് ഇവിടെ വരെ തയ്ച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ 1/4 ഇഞ്ച് വെച്ചിട്ട് ഇതാ ഇങ്ങനെ ഇവിടുന്ന് ഇവിടെ വരെ തയ്ച്ചു കൊടുക്കുക. ഈ പീസും ഇങ്ങനെ 1/4 ഇഞ്ച് വെച്ചിട്ട് ഇവിടുന്ന് ഇവിടെ വരെ തയ്ച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് കഴുത്ത് റെഡി ആയിട്ടുണ്ട്. ബാക്ക് നെക്കിന് ഞാൻ ഒരു ക്രോസ് പീസ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബാക്ക് നെക്കിന് വെച്ച് തയ്ച്ചു കൊടുക്കാം. ഇതിങ്ങനെ വെക്കുക. എന്നിട്ട് ഒരു 1/4 ഇഞ്ചിൽ ഇങ്ങനെ തയ്ച്ചു വരിക. ഈ ക്രോസ് പീസ് ഞാനിതാ ഇവിടെ തയ്ച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഈ ക്രോസ് പീസ് ഇതാ ഇങ്ങനെ ബാക്കോട്ട് ഇങ്ങനെ മടക്കിയിട്ട് ഈ നമ്മൾ തയ്ച്ച ഈ ഭാഗമില്ലേ അതുകൂടെ ഒരു പ്രസ് അടി കൊടുക്കുക. ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ മടക്കി പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പ്രസ് അടി കൊടുത്താൽ മതി. നമ്മുടെ ഈ ക്രോസ് പീസിൻ്റെ മേലെയാണ് പ്രസ് അടി കൊടുക്കേണ്ടത്. അപ്പം ഞാൻ ഇതാ തയ്ച്ച് വന്നിട്ടുണ്ട്. ഇതാ ഇങ്ങനെ. എന്നിട്ട് നമ്മൾ പ്രസ് അടി കൊടുത്തത് ഉള്ളിലേക്കാക്കി ഇങ്ങനെ മടക്കുക. എന്നിട്ട് ഈ മടക്കി ഇതിലെങ്ങനെ ഈ സൈഡ് കൂടെ നെക്കിൻ്റെ താഴെ ഭാഗം വരെ തയ്ച്ചു കൊടുക്കുക. ഇങ്ങനെ മടക്കി വെക്കുക. ചുളിവ് വരാതെ നോക്കണം. നമ്മുടെ ഈ ഓപ്പീസിന് ഈ പൈപ്പിങ്ങിൻ്റെ ഈ പീസൊന്നും ഇവിടെ ഇതിനോട് അമർന്ന് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലെങ്ങനെ 1/4 ഇഞ്ചിൽ ഒന്ന് തയ്ച്ചു കൊടുക്കാം. നമുക്ക് ഷോൾഡറുകൾ യോജിപ്പിക്കാം. ഒരു 1/2 ഇഞ്ചിൽ ഇതിലിങ്ങനെ 2 ഭാഗത്തും തയ്ച്ചു കൊടുക്കാം. നമ്മുടെ നെക്കും തയ്ച്ച് കഴിഞ്ഞ് ഷോൾഡർ തമ്മിൽ യോജിപ്പിച്ച് ഇനി നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് സ്ലീവ് വെക്കുന്നതിന് മുന്നേ ഇവിടെ താഴ്ഭാഗം ഒന്ന് ഇങ്ങനെ 1 ഇഞ്ചൊന്ന് മടക്കി തയ്ച്ചു കൊടുക്കാം. 2 സ്ലീവ്. ഇനി നമുക്ക് സ്ലീവ് യോക്ക് ഭാഗവുമായിട്ട് അറ്റാച്ച് ചെയ്യാം. ഇതായി ഈ ഷോൾഡർ ഭാഗത്ത് ഇവിടെ നമ്മൾ സ്ലീവ് ഇങ്ങനെ മടക്കി പിടിച്ചിട്ട് ഈ നടുഭാഗം ഇവിടെ ഒരു വെട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗം കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതിങ്ങനെ വെക്കുക. ഈ ഷോൾഡറിൻ്റെ നമ്മൾ ജോയിൻ ചെയ്ത ഭാഗം ഇവിടെ നേരെ വെക്കുക. 4 ഇഞ്ചിൽ ഇവിടെ മുതൽ ഇങ്ങനെ തയ്ച്ചു കൊടുത്താൽ മതി. ഇനി നമുക്കിതാ സ്ലീവും യോജിപ്പിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് പ്ലേറ്റ് ഇടാനുള്ളതാണ്. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് തുടങ്ങി ഇതിലങ്ങനെ ഇവിടം വരെ മറ്റേ ബോഡി പാർട്ട് ഇതിലേക്ക് യോജിപ്പിക്കണം. നമ്മൾ ഷോൾഡർ യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് നെക്ക് ഇങ്ങനെ വെക്കുക. അങ്ങനെ യോജിപ്പിച്ച് വെക്കുക. അടിഭാഗവും മുകൾ ഭാഗവും ഒരേപോലെ ആയിരിക്കണം. അങ്ങനെ വെച്ചിട്ട് ഇവിടെ മുതലാണ് നമ്മുടെ താഴ്ഭാഗം യോജിപ്പിക്കേണ്ടത്.
അപ്പോൾ നമുക്ക് വേണേൽ ഇവിടുന്ന് ഫുൾ പ്ലീറ്റ് ഇടാം. പക്ഷേ ഞാനിപ്പം ഒരു 6 ഇഞ്ച് പ്ലീറ്റ് ഇടുന്നുള്ളൂ ഫ്രണ്ടിൽ. നമുക്ക് ഇവിടെ ഒരു 3 ഇഞ്ച് എടുത്തിട്ട് ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. 3 ഇഞ്ചിൽ അടയാളപ്പെടുത്തുക. അതേപോലെ തന്നെ ഈ ബാക്ക് ഭാഗവും ഇങ്ങനെ തന്നെ അടയാളപ്പെടുത്തുക. എന്നിട്ട് നമ്മൾ പ്ലീറ്റ് ഇടാൻ വെച്ച തുണിയില്ലേ അതെടുത്തിട്ട് ഇവിടെ 4 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ, ആ 4 ഇഞ്ച് ഇവിടെ ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വെച്ചിട്ട് ഈ 3 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തിയ അവിടെ ഈ തുണിയിൽ, ഈ പ്ലീറ്റ് ഇടാൻ വെച്ച തുണിയിൽ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. ഈ ഭാഗത്തും അടയാളപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇത്രയും തുണി ഈ 3 ഇഞ്ചിൽ ഇത്രയും തുണി ഇവിടെ പ്ലീറ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമോ, ഇത് സ്ലീവിൻ്റെ വണ്ണടിക്കാനുള്ള ഭാഗമാണ്. നമുക്ക് ഇത് പ്ലീറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒന്നായിട്ട് കൂട്ടിയടിച്ചാൽ മതി. ഈ തുണി ഇവിടെ വെച്ച് കൊടുക്കുക. ഇതിങ്ങനെ 4 ഇഞ്ചിൽ തയ്ച്ചു. അപ്പോൾ നമ്മൾ പ്ലീറ്റ് ഇടാൻ വെച്ച തുണീൻ്റെ നടുഭാഗമാണ് ഇത്. ഈ നടുഭാഗം ഇവിടെ തന്നെ വരണം, മറ്റേ ഈ നെക്കിൻ്റെ നടുഭാഗമില്ലേ. അപ്പോൾ ഇത്രയും ഭാഗമാണ് ഈ 3 ഇഞ്ചിൽ നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇനി പ്ലീറ്റ് ഇട്ട് കൊടുക്കാം. അതാണ് നമ്മളെ പ്ലീറ്റ് ഇടൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നേരെ ഇങ്ങനെ തയ്ച്ചു പോയാൽ മതി. അപ്പോൾ നമ്മളിതാ ഫ്രണ്ടിൽ പ്ലീറ്റ് ഇട്ട് കഴിഞ്ഞ് ഇനി നമുക്ക് ഇതിൻ്റെ മേലെ കൂടെ ഒരു പ്രസ്സടി കൊടുക്കണം. ഈ പ്ലീറ്റ് ഇട്ട തുണീൻ്റെ മേലല്ല, മറ്റേ യോക്ക് പാർട്ടിൻ്റെ മുകളിൽ കൂടെ ഇതിലെങ്ങനെ ഒരു പ്രസ്സടി കൊടുക്കണം. ഇത് ഈ നമ്മൾ തയ്ച്ച ഈ തയ്യൽ തുമ്പ് ഇങ്ങനെ യോക്ക് പാർട്ടിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ പൊക്കി വെച്ചിട്ട് ഈ നല്ല ഭാഗത്തൂടെ ഇങ്ങനെ ഒരു പ്രസ്സടി കൊടുക്കുക. നമുക്ക് ബാക്ക് യോക്കിൻ്റെ മുകളിൽ നമുക്ക് ഈ ബോഡി പാർട്ട് പ്ലീറ്റ് ഇടാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ബാക്ക് യോക്ക് ഈ സ്ലീവ് തുടങ്ങുന്ന അവിടെ മുതൽ 2 ഭാഗത്തു നിന്നും ഇങ്ങനെ കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ ഒരുമിച്ച് ഇതിൻ്റെ നടുഭാഗം അടയാളപ്പെടുത്തുക. ഈ യോക്കിൻ്റെ നടുഭാഗത്ത് മാത്രമാണ് ഞാൻ പ്ലീറ്റ് ഇടുന്നത്. ചിലർ ഇങ്ങനെ ഫുള്ളും ഇടും. ഞാനിവിടെ ഒരു 3 ഇഞ്ച് ഫ്രണ്ട് ഭാഗം ഇട്ട പോലെ തന്നെ 3 ഇഞ്ച് ഇങ്ങോട്ടേക്ക് 3 ഇഞ്ച് ഇങ്ങോട്ടേക്ക് ആക്കിയിട്ടാണ് ഇടുന്നത്. പ്ലീറ്റ് ഇടുന്ന തുണീൻ്റെ നടുഭാഗം ഞാനിത് അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് അടയാളപ്പെടുത്തിയാൽ മതി. എന്താ ഞാനിങ്ങനെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഒരു 3 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം. ഈ ഭാഗത്തേക്കും 3 ഇഞ്ച്. അപ്പം ഞാനിതാ ഇവിടെ യോക്കിൻ്റെ നടുഭാഗവും നമ്മളെ പ്ലീറ്റ് ഇടുന്ന തുണിയുടെ നടുഭാഗവും തമ്മിൽ ഇതവിടെ ഒരു സൂചി കുത്തി വെക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ പ്ലീറ്റ് ഇടുന്ന തുണീൻ്റെ ഇതാ ഇവിടെ വെച്ചിട്ട് ഈ സ്ലീവിൻ്റെ ഇത്രയും ഭാഗം ഒഴിവാക്കിയിട്ട് ഇവിടെ വെച്ചിട്ട് 4 ഇഞ്ചിൽ ഫ്രണ്ടിൽ അടിച്ച പോലെ തന്നെ അടിച്ചു പോകും. ഈ 3 ഇഞ്ച് അടയാളപ്പെടുത്തിയത് വരെ പ്ലീറ്റ് ഇടാതെ തയ്ച്ചു വന്നാൽ മതി. എന്നിട്ട് ഈ പിൻ കുത്തി വെച്ചത് കൊണ്ട് ഇതാ ഇത്രയും ഭാഗം നമുക്ക് ഇതിൽ പ്ലീറ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ കുത്തി വെച്ചാൽ എളുപ്പമാണ്. ഫ്രണ്ടിൽ നമ്മൾ പ്രസ് അടിച്ച പോലെ തന്നെ ഇതും മുകളിലേക്ക് പൊക്കി വെച്ചിട്ട് പ്രസ് അടി കൊടുക്കുക. ഇപ്പോൾ ഇതാ 2 വശം അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ് യോജിപ്പിക്കാനും താഴ്ഭാഗം മടക്കി അടിക്കാനും മാത്രമേ ഉള്ളൂ.
അപ്പോൾ സൈഡ് യോജിപ്പിക്കുന്നത് ഓരോരുത്തരുടെ അളവിനനുസരിച്ചിട്ട് കൈൻ്റെ വണ്ണം എടുക്കുക. പിന്നെ ഇവിടെ എനിക്ക് ഒരു ഇഞ്ച് വണ്ണം കുറയ്ക്കാനേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇതേപോലെ താഴെ വരെ അടിക്കുക. ഇതിന് പിന്നെ സ്പ്ലിറ്റഡ് നൈറ്റി അതിനെ കൊണ്ട് ഷേപ്പ് ആക്കൊന്നും വേണ്ട, താഴെ വരെ അങ്ങ് അടിച്ച് പോയാൽ മതി. ഇതിന് ഷേപ്പ് ഉണ്ടാവില്ലല്ലോ പ്ലീറ്റഡ് ആകുമ്പോൾ. ഇതും അങ്ങനെ തന്നെ, ഈ ഭാഗത്തും അതേപോലെ താഴെ വരെ അടിക്കുക. എന്നിട്ട് താഴെ ഭാഗം നമ്മുടെ എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അത് വെച്ചിട്ട് ബാക്കി മടക്കി അടിച്ച് കളഞ്ഞാൽ മതി. ഇത്രയേ ഉള്ളൂ. ഇനി ഞാൻ ഇത് അടിച്ചെടുത്തിട്ട് കാണിക്കാം. അപ്പോൾ നമ്മുടെ പ്ലീറ്റഡ് നൈറ്റി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ എന്തായാലും സൈഡ് ഭാഗം എല്ലാം അടിച്ചു കൊടുത്തു. പിന്നെ താഴെ ഒന്ന് മടക്കി അടിക്കുകയും ചെയ്തു. പിന്നെ ഇതാ ഞാനിവിടെ ഒരു ഭംഗിക്ക് വേണ്ടി ഒരു ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ പ്ലീറ്റഡ് നൈറ്റിയുടെ പണി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു, ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എല്ലാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്ച്ച് നോക്കുക. പിന്നെ നിങ്ങളുടെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.